ഹായ് ഓൾ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഓപ്പൺ ആക്കുമ്പോൾ കാണുന്നതാണ് എപ്സ്റ്റീൻ ഫയൽസും അതുമായി ബന്ധപ്പെട്ട വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1974 മുതൽ 1976 വരെ ന്യൂയോർക്കിലെ ദി ഡാൽട്ടൺ സ്കൂളിലെ മാത്സ് ആൻഡ് ഫിസിക്സ് ടീച്ചറായിരുന്ന ഇയാൾ സ്കൂളിൽ നിന്ന് വന്ന പല സെക്ഷൽ കംപ്ലയിൻസ് കാരണം അവിടെ നിന്ന് പുറത്താക്കി. ശേഷം അക്കാലത്തെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബിയർ സ്റ്റേൺസിന്റെ സിഇഒയുമായി ബന്ധത്തിലാവുകയും പിന്നീട് വലിയ ഫിനാൻഷ്യറായി മാറുകയും ചെയ്തു. 2005 പാം ബീച്ചിൽ വെച്ച് 14 വയസ്സുള്ള പെൺകുട്ടിക്ക് മസാജ് ചെയ്യുന്നതിനായി പണം നൽകുകയും അവരെ സെക്ഷലി ടോർച്ചർ ചെയ്യുകയും ചെയ്തു എന്ന പെൺകുട്ടിയുടെ പാരന്റ്സിന്റെ പരാതിയിലൂടെയാണ് ഇയാൾക്കെതിരെ ആദ്യമായി ഒരു ഒഫീഷ്യൽ കേസ് വരുന്നത്. ഇതിന്റെ വിധി വന്നത് 2008 ആണ്. എന്നാൽ അന്ന് ആ കേസിൽ ഇയാൾ ഗിൽറ്റി ആണെന്നുള്ള കോടതിയുടെ വെറൈറ്റി സ്റ്റേറ്റ്മെന്റും പിന്നെ ഇവന്റെ പല പിടിപാടുകളും യൂസ് ചെയ്ത് ശിക്ഷ വെറും 13 മാസം ജയിൽവാസത്തിൽ ചുരുങ്ങി. ആ സമയത്ത് സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ വരാനുള്ള അനുമതി ഇയാൾക്കുണ്ടായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിൻസ് പോലുള്ള പല പണക്കാരും ശാസ്ത്രജ്ഞന്മാരുമായൊക്കെയും പിന്നെ പല രാജ്യത്തെ പ്രധാനമന്ത്രിമാരുമൊക്കെയുമായി ഇയാൾ വീണ്ടും ബന്ധം സ്ഥാപിച്ചു. 1988 കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ഐലൻഡ് ഏകദേശം $7.95 മില്യൺ അക്കാലത്ത് ഇയാൾ സ്വന്തമാക്കിയത്. അതിനുശേഷം അവിടെ വലിയ തോതിലുള്ള നിർമ്മാണങ്ങൾ നടന്നു. ഇവിടെ വെച്ചായിരുന്നു അയാളുടെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും എല്ലാം നടന്നത്. 2016 ഇതിനോട് തൊട്ടടുത്തുള്ള ഗ്രേറ്റ് സെന്റ് ജെയിംസ് എന്ന വലിയ ഐലൻഡ് കൂടി ഇയാൾ സ്വന്തമാക്കി. അതോടുകൂടി ആ പ്രദേശം മുഴുവൻ ഇയാളുടെ സാമ്രാജ്യമായി മാറി. അക്കാലത്ത് അവിടെ സാധനങ്ങൾ എത്തിച്ചിരുന്ന പ്രാദേശിക തൊഴിലാളികൾ പറഞ്ഞത് അവിടെ എപ്പോഴും ചെറിയ പെൺകുട്ടികളെ കാണാമെന്നും അവരുടെ കരച്ചിൽ കേൾക്കാമെന്നും ഒക്കെയായിരുന്നു. പക്ഷേ അന്ന് ഇവന്റെ സ്വാധീനത്തെ പേടിച്ച് ആരും പുറത്തു പറയാൻ ധൈര്യപ്പെട്ടില്ല. ഇതിന് പെഡോഫിൽ ഐലൻഡ് എന്ന് അക്കാലത്ത് തന്നെ പേരുണ്ടായിരുന്നു. ഈ ദ്വീപിന്റെ നടുവിലായി നീല ഗോപുരമുള്ള വലിയൊരു കെട്ടിടമുണ്ട്. അതിനടിയിൽ ഒരുപാട് അണ്ടർ വാട്ടർ അറകളുമുണ്ട്. ലോകത്തിലെ പല പ്രമുഖരായ സെലിബ്രിറ്റികളും രഹസ്യമായി അവിടെ വരാറുണ്ടായിരുന്നു എന്ന് അക്കാലത്ത് തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. ശേഷം 2018 മിയാമി ഹെറാൾഡ് എന്ന പത്രത്തിലെ ജൂലി കെ ബ്രൗൺ എന്ന റിപ്പോർട്ടർ ഇയാൾക്കെതിരെയുള്ള അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. 2008 എപ്സ്റ്റീനെ രക്ഷിക്കാൻ പ്രോസിക്യൂട്ടർമാർ എങ്ങനെയാണ് ഒത്തുകളിച്ചത് എന്നതിനെതിരെയുള്ള വ്യക്തമായ തെളിവ് അവർ പുറത്തു കൊണ്ടുവന്നു. ഇത് അന്ന് ലോകമെമ്പാടും വലിയ പ്രതിഷേധത്തിന് കാരണമായി. പഴയ കേസ് വീണ്ടും സ്ട്രോങ് ആയതോടുകൂടി ഇയാൾക്കെതിരെയുള്ള അന്വേഷണവും സ്ട്രോങ് ആയി. ശേഷം 2019 ജൂലൈയിൽ പാരീസിൽ നിന്ന് ന്യൂയോർക്കിലെ എയർപോർട്ടിൽ ഇറങ്ങിയ എപ്സ്റ്റീനെ FBI വീണ്ടും തൂക്കി. ഇത്തവണ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്തതിനും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ഇയാളുടെ സകല തെണ്ടിത്തരത്തിനും കൂടി നല്ല ചാർജ് ഫയൽ ചെയ്തു. പക്ഷേ വിചാരണ തുടങ്ങാൻ കാത്തിരിക്കെ ഓഗസ്റ്റ് 10 ന്യൂയോർക്കിലെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ജയിലിൽ വെച്ച് ഇയാൾ ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് ക്യാമറ കറക്റ്റ് പ്രവർത്തിക്കാത്തതുകൊണ്ടും കാർഡ്സ് എല്ലാം ഉറങ്ങിപ്പോയതുകൊണ്ടും ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഈ ഫയൽസിലേക്ക് വരാം. അയാൾ ചത്തെങ്കിലും 2025 അമേരിക്കൻ ഗവൺമെന്റ് പാസാക്കിയ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം ഏകദേശം 60 ലക്ഷം പേജുകൾ വരുന്ന ഈ ഫയൽസ്, അതുവരെ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്ന ഈ ഫയൽസ് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ്, ടോം ക്രൂയിസ്, ഡികാപ്രിയോ, എലോൺ മസ്ക്, പിന്നെ നമ്മുടെ തടി പോലും അനങ്ങാൻ വയ്യാണ്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിൻസ്, അങ്ങനെ പല പ്രമുഖരുമുണ്ട്. ഇവരുടെയൊക്കെ ഈ എപ്സ്റ്റീനുമായി പങ്കുവച്ച ഇമെയിലുകളുടെ കോപ്പീസ് അടക്കം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ പുറമെ നമ്മുടെ കുറച്ച് ഇന്ത്യക്കാരും ഇതിലുണ്ട്. ആസ് യു ആൾ എക്സ്പെക്ടഡ് മോദിജി. 134 തവണയാണ് മോദിജിയുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മോദിയുടെ 2017 ഇസ്രായേൽ വിസിറ്റിനെ ബേസ് ചെയ്തിട്ട് എപ്സ്റ്റീൻ ഖത്തറിലുള്ള ആർക്കോ അയച്ച ഇമെയിലിൽ മോദിജി അവിടെ പോയി നമ്മുടെ അജണ്ട നടപ്പിലാക്കിയെന്നും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നും അത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയെന്നും നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്നും അഥവാ ചെയ്തില്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവിടെ ബോംബിടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 99 തവണ നമ്മുടെ അനിൽ അംബാനിയുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2017 മോദിയുടെ ഇസ്രായേൽ വിസിറ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു മീറ്റ് വെക്കാൻ ആവശ്യപ്പെട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതും റിലയൻസിന്റെ മെയിൽ ഐഡിയിൽ നിന്നാണ് ആ മെയിൽ പോയിട്ടുള്ളത്. 2019 അതായത് എപ്സ്റ്റീൻ അറസ്റ്റിലാവുന്ന അതേ വർഷം ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിയം മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി 438 തവണയാണ് ഇയാൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് തവണ നേരിട്ട് പോയി കണ്ടതായും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാനും പറയാനും വളരെ അറപ്പ് തോന്നുന്ന ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ കുറേ എണ്ണം ഇവിടെ ന്യായീകരിച്ചു വരും. എപ്സ്റ്റീൻ വലിയ ഫിനാൻഷ്യർ അല്ലേ, ഗ്ലോബൽ എലൈറ്റ് അല്ലേ, മാങ്ങയല്ലേ, തേങ്ങയല്ലേ, ഇങ്ങനെയുള്ള ആളുകളുമായൊക്കെ ബന്ധമുണ്ടാവുന്നത് സ്വാഭാവികമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ എണ്ണം വരും. അവരോട് പറയാനുള്ളത്, 2008 ഇയാളെ അറസ്റ്റ് ചെയ്തത് പച്ചക്കറി കടയിൽ നിന്ന് തക്കാളി മോഷ്ടിച്ചതിനല്ല, 14 വയസ്സുള്ള പെൺകുട്ടികളെ വെച്ച് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർക്കറിയാം അവരുടെ പാസ്റ്റ് എന്തായിരുന്നു, അവരാരായിരുന്നുവെന്നും എന്തായിരുന്നെന്നും വ്യക്തമായ ബോധം അവർക്കുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല.
ബൈ.